ഞാൻ ഡോക്ടർ അനിൽ പുതിയവീടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷനാണ്. കേന്ദ്ര സർക്കാരിനുള്ള ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ എക്സിക്യൂട്ടീവ് ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 330 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. 2024, 2025, 2026 വർഷങ്ങളിലുള്ള ഗേറ്റ് സ്കോർ അനുസരിച്ചായിരിക്കും ഷോർട്ട് ലിസ്റ്റിംഗ് എന്നുള്ളത്. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും, അല്ലാതെ ടെസ്റ്റ് പരീക്ഷയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ട് 2026 ഏപ്രിൽ 10 മുതൽ ഏപ്രിൽ 30 വരെ അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ട വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. നമുക്ക് എൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലാണ് എക്സിക്യൂട്ടീവ് ട്രെയിനിമാരുടെ ഈ ഒഴിവുകളുള്ളത്. 330 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് ഗേറ്റ് പരീക്ഷ 2024, 2025 അല്ലെങ്കിൽ 2026 വർഷങ്ങളിൽ ക്വാളിഫൈ ചെയ്തവരായിരിക്കണം. ഗേറ്റ് സ്കോർ അനുസരിച്ചായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ള 60% മാർക്കുള്ള BTech ബിരുദം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MTech ബിരുദമാണ് വേണ്ട യോഗ്യത. അപ്പം ഇനി പറയുന്ന ബ്രാഞ്ചുകളാണ് അതിനകത്തുള്ളത്. ആകെ 330 വേക്കൻസികളിൽ മെക്കാനിക്കൽ 125, കെമിക്കൽ 40, ഇലക്ട്രിക്കൽ 65, ഇലക്ട്രോണിക്സ് 50, ഇൻസ്ട്രുമെൻറ്റേഷൻ 15, സിവിൽ എഞ്ചിനീയറിംഗ് 35 എന്നിങ്ങനെ 330 വേക്കൻസികളാണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ബ്രാഞ്ചുകളിലുള്ള 60% മാർക്കുള്ള BTech ബിരുദം ഉണ്ടായിരിക്കണം. അതുപോലെ ഈ പറഞ്ഞ അല്ലെങ്കിൽ മെക്കാനിക്കല്, കെമിക്കല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ ഈ ബ്രാഞ്ചുകളിലുള്ള 2024, 2025, 2026 നിങ്ങൾ ഗേറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ സ്കോർ അനുസരിച്ചായിരിക്കും ഇനിഷ്യൽ സ്ക്രീനിങ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിലേക്ക് അപേക്ഷാ ഫീസുണ്ട്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST കാരായുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും വനിതകൾക്കും എക്സർവിസ്മെൻ കാൻഡിഡേറ്റ്സും അപേക്ഷാ ഫീസില്ല. ബാക്കി എല്ലാവരും, അതായത് ജനറൽ കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സിനൊക്കെ 500 രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഏജ് ഉയർന്ന പ്രായപരിധി പറഞ്ഞാൽ 26 വയസ്സാണ്. എന്നാൽ SC/ST കാരാണെങ്കിൽ 31 വയസ്സ് വരെയും, OBC-കാർക്ക് 29 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ട്രെയിനിങ് സമയത്ത് തന്നെ സ്റ്റൈപ്പൻഡായിട്ട് പ്രതിമാസം 74,000 രൂപ ലഭിക്കുന്നതായിരിക്കും. വൺ ടൈം ബുക്ക് അലവൻസ് ആയിട്ട് 30,000 രൂപയും ലഭിക്കും. എല്ലാവർക്കും കമ്പൽസറി ആയിട്ട് അക്കോമഡേഷൻ ലഭിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. തെരഞ്ഞെടുപ്പ് വിജയകരമായിട്ട് ഈ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സയൻറ്റിഫിക് ഓഫീസർ തസ്തികയിലായിരിക്കും സ്ഥിരനിയമനം ലഭിക്കുക. സ്ഥിരനിയമനം ലഭിക്കുമ്പോൾ അടിസ്ഥാന ശമ്പളം തന്നെ 56,100 രൂപയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് തുടക്ക ശമ്പളം തന്നെ 1,00,000 രൂപയിൽ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിലേക്ക് അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 3 വർഷമെങ്കിലും ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ സെർവ് ചെയ്തോളാം എന്നൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 9,18,000 രൂപ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടി വരും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട കമ്പൽസറി ആയിട്ടുണ്ട്. വേണ്ട യോഗ്യത 60% മാർക്കുള്ള BTech ബിരുദം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MTech ബിരുദമാണ്. പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചുകൾ ഒന്നുകൂടെ പറയാം. മെക്കാനിക്കല്, കെമിക്കല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ ഈ ബ്രാഞ്ചുകളിലുള്ള BTech ബിരുദം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MTech ബിരുദമാണ് വേണ്ട യോഗ്യത. അതോടൊപ്പം ഗേറ്റ് സ്കോറും കൂടി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ട് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള ഇത്രയും തന്നെ വീഡിയോ പൂർണ്ണമായും കണ്ടിൽ നിന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യാം. കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.